മലയോര ഹൈവേയുടെ പുതിയ റീച്ചുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. അത്യാധുനിക പശ്ചാത്തല സൗകര്യമുള്ള നാടായി കേരളത്തെ മാറ്റിത്തീർക്കുമെന്ന LDF സർക്കാരിന്റെ ഉറപ്പാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ഇതിനോടൊപ്പം മാനാഞ്ചിറ മലാപ്പറമ്പ് 4 പാത നാളെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന പദ്ധതികളിലൊന്നായ മലയോര ഹൈവേയുടെ ബാലുശ്ശേരി മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന 28 മൈൽ തലയാട് റീച്ചിന്റെയും ബാലുശ്ശേരി, കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന തലയാട് മലപ്പുറം റീച്ചിന്റെയും ഉദ്ഘാടനവും ചെമ്പ്ര മുതൽ 28 മൈൽ വരെയുള്ള റീച്ചിന്റെ പ്രവൃത്തി ഉദ്ഘാടനവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചത്. തലയാട് ടൗണിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത്, ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ് MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. എളുപ്പത്തിൽ യാത്ര ചെയ്യാനും ആധുനിക യാത്രാ സൗകര്യങ്ങൾ ഫലപ്രദമായി പ്രയോഗത്തിൽ വരുത്താനും കഴിയാകുന്ന രീതിയിലേക്ക് നമ്മുടെ റോഡുകൾ മാറുന്നു എന്നുള്ളത് കേരളത്തിന്റെ സവിശേഷമായൊരു പ്രത്യേകതയാണ്. 28 മൈൽ മുതൽ തലയാട് വരെ 6.79 കിലോമീറ്റർ നീളത്തിൽ 50 കോടി രൂപ ചെലവിട്ടുള്ള പദ്ധതിയിൽ തലയാട് പാലവും നിർമ്മിച്ചിട്ടുണ്ട്. തലയാട് മലപ്പുറം കോടഞ്ചേരി റീച്ചിന് 110.52 കോടി രൂപയാണ് ലഭ്യമായത്. ഇതിൽ തലയാട് മുതൽ മലപ്പുറം വരെ ഒന്നാം ഘട്ടമായി 9.99 കിലോമീറ്റർ നീളത്തിൽ 58.9 കോടി രൂപ ചെലവിട്ടാണ് മലയോര ഹൈവേയായി വികസിപ്പിച്ചത്. ചെമ്പ്ര മുതൽ 28 മൈൽ വരെയുള്ള 9.45 കിലോമീറ്ററിൽ 51.43 കോടി രൂപയുടെ പ്രവർത്തികളാണ് ആരംഭിക്കുന്നത്. 18 മാസമാണ് പൂർത്തീകരണ കാലാവധി. കൈരളി ന്യൂസ്, കോഴിക്കോട്.